ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നമ്മൾ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നഫ്ലുൻ സുന്നത്ത് നിസ്കാരം, തുസന്നു ഫീഹി ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ സുന്നത്താക്കപ്പെടുന്നു അൽ ജമാഅത്തു ജമാഅത്തായി നിസ്കരിക്കൽ. അതിൽപ്പെട്ട ഒന്നാമത്തെ നിസ്കാരമാണ് സ്വലാത്തുൽ ഈദൈനി, രണ്ടു പെരുന്നാളിലെ പെരുന്നാൾ നിസ്കാരം. അഖല്ലുഹ ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപമാകുന്നത് റക്അത്താനിക സുന്നത്തിൽ വുളൂഇ, വുളൂഇൻ്റെ 2 റക്അത്ത് സുന്നത്ത് പോലെ 2 റക്അത്താണ്. അക്മലുഹ ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ രൂപം അയ്യുക്കബ്ബിറ നിസ്കരിക്കുന്ന ആൾ തക്ബീർ ചൊല്ലലാണ്, ജഹ്റൻ ഉറക്കെ, ഫി ഊലാഹുമ ഈ 2 റക്അത്തിൽ നിന്നുള്ള ആദ്യത്തെ റക്അത്തിൽ, ബാദ ഇഫ്തിതാഹീൻ വജ്ജഹത്തുവിന് ശേഷം എത്ര പ്രാവശ്യം തക്ബീർ ചൊല്ലുക? 7 പ്രാവശ്യം. അത് മൗമൂമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ മൗമൂമും ഇങ്ങനെ തക്ബീർ ഉറക്ക ചൊല്ലൽ സുന്നത്താണ്. വഫി സാനിയത്തി രണ്ടാമത്തെ റക്അത്തിൽ ഹംസൻ 5 പ്രാവശ്യം തക്ബീർ ചൊല്ലലും സുന്നത്താണ്. ഖബല തഅവ്വുദിൻ ഫീഹിമ ഈ 2 റക്അത്തിലും ഔദ് തുടങ്ങുന്നതിന് മുമ്പ്. റാഫിയൻ യദൈ അവൻ്റെ 2 കൈകളെ ഉയർത്തുന്നവനാ നിലയിൽ, മാ കുല്ലി തക്ബീറത്തിൻ എല്ലാ തക്ബീർ ചൊല്ലുന്ന സമയത്തും കൈ ഇങ്ങനെ ഉയർത്തണം. വയക്കൂലു ബൈന തക്ബീറത്തൈനി 2 തക്ബീറുകൾക്കിടയിൽ അവൻ പറയലും സുന്നത്താണ്. എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്ർ പറയലും സുന്നത്താണ്. സുബ്ഹാനല്ലാഹ് അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വൽഹംദു സർവസ്തുതിയുമാകുന്നത് ലില്ലാഹി അല്ലാഹുവിനിക്കാണ്, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായ ഒരാളുമില്ല, അല്ലാഹു അക്ബർ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. വയഖ്റഉ ഫീഹിമ ഈ 2 റക്അത്തുകളിൽ അവൻ ഓതണം കാഫ് വഖ്തറബത്ത്, കാഫ് എന്ന സൂറത്ത് ഓതണം. രണ്ടാമത്തെ റക്അത്തിലോ ഇഖ്തറബത്ത് സാഅത്തു എന്ന് പറയുന്ന ആ സൂറത്തും ഓതണം. അല്ലെങ്കിൽ വേറൊരു ചോയ്സ്, സബ്ബിഹിസ്മ ഒന്നാമത്തെ റക്അത്തിൽ ഓതുക, രണ്ടാമത്തെ റക്അത്തിലോ വഹൽഹത്താക്കയും ഓതുക. ഇങ്ങനെയും പറ്റും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തക്ബീറിൻ്റെ ഇടയിൽ പറയണം എന്ന് പറഞ്ഞില്ലേ? അവിടെ വേണമെങ്കിൽ അല്ലാഹു അക്ബർ കബീറൻ വൽഹംദുലില്ലാഹി കസീറൻ വസുബ്ഹാനല്ലാഹി ബുക്റത്തൻ വഅസീല വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വസല്ലിം തസ്ലീമൻ കസീറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നും ഫുഖഹാക്കൾ പറയുന്നുണ്ട്. വഖ്തുഹ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വഖ്തുഹ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമാകുന്നത് ബൈന തുലൂഇ യൗമിൽ ഈദി വസവാലിഹി പെരുന്നാൾ ദിവസത്തിലെ സൂര്യോദയത്തിൻ്റെയും വസവാലി സൂര്യൻ നട്ടുച്ചയിൽ നിന്ന് തെറ്റുന്നതിൻ്റെയും ഇടയിലുള്ള സമയമാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. പക്ഷേ വൽ അഫ്ദലു ഏറ്റവും പോരിഷുള്ള സമയം ഏതാണ്? ബാദ ഇർത്തിഫായി ഷംസി സൂര്യൻ ഉയർന്നതിന് ശേഷമാണ്. കതിർ റുംഹിൻ ഒരു കുന്തത്തിൻ്റെ അളവനുസരിച്ച് കതിർ അനുസരിച്ച് അതിനുശേഷം, അഥവാ ഒരു ഏകദേശം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും അഫ്ദലായ സമയം. വലൗ സബത ബഅദൽ ഉറൂബി സൂര്യാസ്തമയത്തിന് ശേഷം സ്ഥിരപ്പെട്ടാൽ, എന്ത് സ്ഥിരപ്പെട്ടു? റുഇയത്തുൽ ഹിലാലി ചന്ദ്രക്കലയെ കണ്ടിട്ടുണ്ട് എന്ന്, ഫിൽ ലൈലത്തിൽ മാലിയത്തി കഴിഞ്ഞ രാത്രിയിൽ എന്നൊരാൾക്ക് അങ്ങനെ സ്ഥിരപ്പെട്ടാൽ, സുല്ലിയത്ത് ആ പെരുന്നാൾ നിസ്കാരത്തെ നിസ്കരിക്കണം, മിനൽ ഒതി പിറ്റത്തെ ദിവസത്തിൽ നിന്ന് അതാ ആയിട്ട് നിസ്കരിക്കണം. സാധാരണ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ചന്ദ്രക്കല കാണുകയാണെങ്കിൽ പിറ്റത്തെ ദിവസമാണ് എന്ത് നിസ്കരിക്കുന്നത്? പെരുന്നാൾ നിസ്കരിക്കേണ്ടത്. ഇവിടെ തലേന്ന് കണ്ടിട്ടുണ്ട്, അത് ഇന്നത്തെ ദിവസമാണ് സ്ഥിരപ്പെടുന്നത് എങ്കിൽ, എന്നാൽ അതാ ആയിട്ടാണ്, കഥ ആയിട്ടല്ല പിറ്റത്തെ ദിവസം നിസ്കരിക്കേണ്ടത്, അതാ ആയിട്ട് നിസ്കരിക്കണം എന്നാണ് ഇവിടെ മസ്അല പറഞ്ഞത്. വയുസന്നു താജീലുൽ അൽഹ വലിയ പെരുന്നാളിനെ വളരെ പെട്ടെന്നാക്കൽ സുന്നത്താണ്. അതെന്താ കാരണം? ലി യത്തസിയ വഖ്തു തദ്ഹിയത്തി ഈ ഉലുഹിയത്തിൻ്റെ സമയം വിശാലമാകാൻ വേണ്ടി. വ തഅഖീറുൽ ഫിത്രി ചെറിയ പെരുന്നാളിനെ പിന്തിക്കലും സുന്നത്താണ്. എന്തിനാ? ലി യത്തസിയ വഖ്തു സക്കാത്തിഹി ഫിത്ർ സക്കാത്തിൻ്റെ സമയം വിശാലമാകാൻ വേണ്ടി. വയുസന്നു സുന്നത്താക്കപ്പെടും ബാദഹ അതിനു ശേഷം, ഹുത്തുബത്താനി അതിനേക്കാൾ ഈ 2 പെരുന്നാൾ നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിന് ശേഷം സുന്നത്താക്കപ്പെടും ഹുത്തുബത്താനി 2 ഹുത്തുബ ഹുത്തുബത്തയിൽ ജുമുഅത്തി ജുമയുടെ 2 ഹുത്തുബ പോലെ തന്നെയാണ്. പക്ഷേ ജുമയുടെ ഹുത്തുബ ആദ്യമായിരിക്കും, പെരുന്നാളിൻ്റെ ഹുത്തുബ രണ്ടാമതായിരിക്കും, അതായത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. യഫ്തതിഉൽ ഊല ഒന്നാമത്തെ ദിന ഖത്തീബ് തുടങ്ങണം ബി തിസ്ഇ തക്ബീറാത്തിൻ 9 തക്ബീറത്തുകളെ കൊണ്ട് തുടങ്ങൽ സുന്നത്താണ്. വസാനിയത്ത രണ്ടാമത്തെ ഹുത്തുബയെ തുടങ്ങലോ ബി സബീൻ 7 തക്ബീറത്തുകളെ കൊണ്ട്
തുടങ്ങൽ സുന്നത്താണ്. വയുക്സിറുമിന തക്ബീറിൽ നിന്ന് ഖത്തീബ് വർദ്ധിപ്പിക്കലും സുന്നത്താണ്. ഫി ഫുസൂലിൽ ഖുതുബത്തി, ഖുതുബകളുടെ ഇടയിൽ വരുന്ന ഫസൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ തക്ബീർ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. വയുസന്നു തക്ബീറു ഫിൽ ഈദൈനി, 2 പെരുന്നാളുകളിൽ തക്ബീർ ചൊല്ലൽ സുന്നത്താക്കപ്പെടും. ഏത് സമയം മുതൽ? മിനൽ ഉറൂബി, സൂര്യാസ്തമയം മുതൽ, ഇല അൻ യുഹ്രിമൽ ഇമാമു, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതുവരെ, അത് ചൊല്ലുന്നതുവരെ സുന്നത്താണ്. എപ്പോഴാണ് അങ്ങനെ സുന്നത്ത് എന്ന് പറഞ്ഞത്? ഇൻ സ്വല്ല, ഇയാൾ നിസ്കരിച്ചാൽ ഫി ജമാഅത്തിൻ, ഒരു ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിൻ്റെ പരിധി ഏതുവരെ? ഇമാമ് തക്ബീർ കെട്ടുന്നുണ്ടോ ആ തക്ബീർ ചൊല്ലുന്നുണ്ടോ ആ ചൊല്ലുന്നത് വരെയാണ്. വൈല ഇഹ്റാമിഹി, ഇനി ഇയാളുടെ ഇഹ്റാമിൻ്റെ സമയം വരെയാണ് തക്ബീർ ചെല്ലേണ്ട സുന്നത്തുള്ള സമയം. എപ്പം? ഇൻ സ്വല്ലാ മുൻഫരിദൻ, അവൻ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ. വൈല സവാലി, സൂര്യൻ നട്ടുച്ചയിൽ നിന്ന് നീങ്ങുന്നത് വരെയാണ് തക്ബീർ ചെല്ലേണ്ട സമയം. ആർക്ക്? ഇല്ലം യുസല്ലി, അങ്ങനെ പെരുന്നാൾ നിസ്കാരം തന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. അക്കിബ കുല്ലി സ്വലാത്തിന്, എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഉടനെയും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വലൗ ജനാസത്തൻ, ആ നിസ്കാരം എന്താണെങ്കിലും ശരി, ജനാസ നിസ്കാരമാണെങ്കിലും ശരി. എപ്പോൾ മുതൽ? മിൻ സുബ്ഹി യൗമി അറഫത്ത, അറഫാ ദിവസത്തിലെ സുബഹി മുതൽ സുന്നത്താണ്. ഏതുവരെ? ഇല അസ്രി ആഖിരി അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസർ നിസ്കാരം വരെ. അപ്പോൾ അറഫാ ദിവസം തുടങ്ങി അന്നത്തെ സുബഹി മുതൽ പെരുന്നാൾ ദുൽഹിജ്ജ 10 കഴിഞ്ഞു, പിന്നെ 11, 12, 13 ഇങ്ങനെ 3 ദിവസമാണല്ലോ അയ്യാമു തശ്രീഖ് ഉള്ളത്. ആ 3ാമത്തെ ദിവസത്തിലെ ദുൽഹിജ്ജ 13ൻ്റെ അസർ വരെ ഈ സുന്നത്ത് വലിയ പെരുന്നാളിൽ നിലനിൽക്കുന്നതാണ്. വഫി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിവസത്തിലും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എപ്പോൾ? ഹീന യറ, അവൻ കാണുന്ന സമയത്ത്, ഷൈഅം മിൻ ബഹീമത്തിൽ അൻആമി, ആട് മാടൊട്ടകങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനോ കണ്ടാൽ വലിയ പെരുന്നാളിൽ ആ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിലും സുന്നത്താണ്. ഔ അല്ലെങ്കിൽ യസ്മൗ സൗത്ത, അവൻ കണ്ടിട്ടൊന്നുമില്ല എങ്കിലും ഈ ആട് മാടൊട്ടകത്തിൻ്റെ അവർ ശബ്ദം അവൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ അവൻ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ സ്വലാത്തുൽ കുസൂഫിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.